ഡോക്ടർ അപ്പം ഈ ബിപിയിൽ ഈ നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ടോ? യെസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏജ് കൂടുന്തോറും നമുക്ക് ബി പി കൂടാൻ ചാൻസ് ഉണ്ട്. ആണുങ്ങളാണ് യൂഷ്വലി കണ്ടുവരാറ് കൂടുതൽ ഏജ് കൂടുന്തോറും. പിന്നെ ലേഡീസിൽ ഒരു മെനോപോസ് ഒക്കെ ആയി കഴിഞ്ഞാൽ, പീരീഡ്സ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ ചാൻസസ് കൂടുതലാണ്. പിന്നെ റേസ് എന്ന് പറയുമല്ലോ, നമ്മൾ ഒരു ഏരിയയിലുള്ള വംശജർ ലൈക്ക് ഇന്ത്യൻസ് ഉണ്ട്, മിഡിൽ ഈസ്റ്റ് അറബ്സ് ഉണ്ട്, അമേരിക്കൻസ് ഉണ്ട്. അതുപോലെ ഈ ആഫ്രിക്കൻ അമേരിക്കൻസിൽ ഹൈപ്പർ ടെൻഷൻ്റെ പ്രിവലൻസ് കൂടുതലാണ് കുറച്ച് കമ്പയർ ടു അതർ റേസ്. പിന്നെ അതുപോലെ തന്നെ പിന്നുള്ളത് ജെനറ്റിക്സ് ആണ്, ഫാമിലി ഹിസ്റ്ററി. സോ പേരൻസിനൊന്നും ഹൈപ്പർ ടെൻഷൻ്റെ ഹിസ്റ്ററി ഇല്ലാത്തവരാണെങ്കിലും 3% ചാൻസ് കൂടുതലുണ്ട്. ഇപ്പം നമ്മളിപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അറിയാമല്ലോ, ആൽക്കഹോൾ, ഡ്രഗ്സ്, അതൊക്കെ, പിന്നെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ കൊണ്ട് ചാൻസസ് വരാൻ കൂടുതലാണ്. പിന്നെ പേരൻസ് ഫാമിലിയിൽ 2 പേർക്കും ഉണ്ടെങ്കിൽ അവരുടെ കുട്ടിക്ക് വരാൻ ചാൻസ് ഫ്യൂച്ചറിൽ അഡൽട്ട്ഹുഡിൽ വരാൻ ചാൻസസ് 45% കൂടുതലായിട്ടാണ് കാണാറ്. പിന്നെ നമുക്ക് ഒരു പരിധി വരെ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, ലൈഫ് സ്റ്റൈൽ ആൻഡ് എക്സസൈസ് എക്സെട്ര യൂസ് ചെയ്ത്, ഡയറ്റൊക്കെ യൂസ് ചെയ്തിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്.